നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ മെജോറിറ്റി ആളുകളും വാഹനങ്ങൾ എടുക്കുന്നത് ലോൺ എടുത്തുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വാഹന വായ്പകൾ നൽകുന്ന ബാങ്കുകളിൽ ഒന്നാണ് HDFC ബാങ്ക്. HDFC ബാങ്ക് 10 കോടി രൂപ വരെയാണ് അർഹതപ്പെട്ടവർക്ക് വാഹന വായ്പാ ഇനത്തിൽ നൽകുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ യൂട്യൂബ് ചാനൽ ഇതുപോലുള്ള അനേകം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലോൺസിന്റെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെയും നിരവധി തൊഴിലവസരങ്ങൾ, ഓൺലൈൻ ജോബുകൾ ഉൾപ്പെടെ നിരവധി തൊഴിലവസരങ്ങളുടെയും മറ്റനേകം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലൈവായിട്ട് എത്തണമെങ്കിൽ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ക്ലിൻസ്രാജ് മണിവള്ളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. HDFC ബാങ്കിന്റെ വാഹന വായ്പകൾ 4 വീലർ ലോൺ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 വർഷം മുതൽ പരമാവധി 7 വർഷം വരെ നമുക്ക് തിരിച്ചടവ് കാലാവധി ലഭിക്കും. നിങ്ങൾ 2 വീലർ ലോൺ ആണ് എടുക്കുന്നതെങ്കിൽ 1 വർഷം മുതൽ പരമാവധി 4 വർഷം വരെ മാത്രമേ നമുക്ക് തിരിച്ചടവ് കാലാവധിയായിട്ട് ലഭ്യമാവുകയുള്ളൂ. ഈ വായ്പയുടെ വാർഷിക പലിശ നിരക്ക് 8.30% മുതൽ 11.70% വരെയാണ്. കൂടാതെ പ്രോസസിംഗ് ഫീസ് എടുത്ത വായ്പയുടെ 2.50% വരെയാണ്. കൂടാതെ സ്റ്റാമ്പ് ഡ്യൂട്ടി, GST തുടങ്ങിയ ചാർജുകളെല്ലാം ബാങ്ക് ഈടാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ബാങ്കുകളും ഈ പറഞ്ഞ പ്രോസസിംഗ് ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടി, GST ഒക്കെ ഈടാക്കുന്നതാണ്. ആസ് പെർ ഗവൺമെന്റ് റെഗുലേഷൻസ് GST, സ്റ്റാമ്പ് ഡ്യൂട്ടി തുടങ്ങിയ ചാർജുകളൊക്കെ ബാങ്കുകൾക്ക് ഈടാക്കിയാൽ മതിയാവും. അതുകൊണ്ട് ഇത് എല്ലാ ബാങ്കുകളും ഈടാക്കുന്നതാണ്. ഈ വായ്പ ആരൊക്കെയാണ് എലിജിബിൾ എന്ന് നോക്കാം. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള സാലറി ആയിട്ടുള്ള പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരോ, ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യുന്നവരോ, സ്വയം തൊഴിൽ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയിഡ്സ് ആയിട്ടുള്ള വ്യക്തികൾക്കോ, അല്ലെങ്കിൽ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ് തുടങ്ങിയ പ്രൊഫഷണൽസിനെല്ലാം ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. നിങ്ങൾ സാലറി ആയിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം 2 വർഷത്തെ എക്സ്പീരിയൻസും, നിങ്ങൾ നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കുറഞ്ഞത് 1 വർഷമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു കാര്യം മനസ്സിലായിരിക്കണം, നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷത്തിൽ കുറയാൻ പാടില്ല. വാർഷിക വരുമാനം 3 ലക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രതിമാസം കുറഞ്ഞത് 25,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും സെൽഫ് എംപ്ലോയിഡ്സ് ആണെങ്കിലും പ്രൊഫഷണൽസ് ആയാലും നിങ്ങൾക്ക് ഈ പ്രതിവർഷ വരുമാനം 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രതിവർഷ വരുമാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോ ആപ്ലിക്കന്റ് ആയിട്ട് നിങ്ങളുടെ സ്പൗസ് എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ അങ്ങനെയുള്ളവരാണ്. അവരെ നിങ്ങൾക്ക് കോ ആപ്ലിക്കന്റ് ആയിട്ട് നിർത്തുക. അവരുടെ വരുമാനം കൂടെ ബാങ്ക് കമ്പൈൻ ചെയ്ത് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമെങ്കിൽ നിങ്ങൾക്ക് ഈ വായ്പ ലഭ്യമാകുന്നതാണ്. നിങ്ങൾ സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 60 വയസ്സിന് മുമ്പ് നിങ്ങളുടെ മുഴുവൻ തിരിച്ചടവും തീരുന്ന രീതിയിലായിരിക്കും ബാങ്ക് നിങ്ങൾക്ക് തിരിച്ചടവ് കാലാവധിയായി നൽകുന്നത്. നിങ്ങൾ പ്രൊഫഷണൽസ് അല്ലെങ്കിൽ മറ്റ് സെൽഫ് എംപ്ലോയിഡ്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 65 വയസ്സിനുള്ളിൽ നിങ്ങളുടെ മുഴുവൻ തിരിച്ചടവ് തീരുന്ന രീതിയിലായിരിക്കും ബാങ്ക് തിരിച്ചടവ് കാലാവധി തരുന്നത്. സാലറി ആയിട്ടുള്ള വ്യക്തികളെക്കാളും 5 വയസ്സ് കൂടുതൽ ബാങ്ക് സെൽഫ് എംപ്ലോയിഡ്സിന് നൽകുന്നുണ്ട്. കുറഞ്ഞ സിബിൽ സ്കോർ 750 നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 750 മുകളിലോട്ട് നിങ്ങൾക്ക് സിബിൽ സ്കോർ കൂടുന്തോറും നിങ്ങൾക്ക് വായ്പ ലഭ്യമാകാനുള്ള സാധ്യത കൂടും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നത് 300-നും 900-നും ഇടയിലുള്ള ഒരു നമ്പറാണ്. നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും വായ്പ എടുത്തിട്ട് കൃത്യമായി തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് വായ്പ എടുക്കുന്നതെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് ആർക്കും ജാമ്യമോ ഗ്യാരണ്ടിയോ കോ ആപ്ലിക്കന്റ് ആയിട്ടൊന്നും നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സിബിൽ സ്കോർ കാണത്തില്ല. അങ്ങനെയുള്ളവർക്ക് പ്രോബ്ലം ഇല്ല, കാരണം അവർക്ക് വായ്പ എടുക്കുന്നിട്ടില്ല അല്ലെങ്കിൽ അവർ ജാമ്യം നിന്നിട്ടില്ല. അപ്പോൾ സിബിൽ സ്കോർ ഇല്ലെന്നേ കാണിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നിങ്ങൾക്ക് വായ്പ ലഭ്യമാകും. ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും വായ്പ എടുത്ത് അല്ലെങ്കിൽ ഒരു ജാമ്യം നിന്ന് അല്ലെങ്കിൽ ഒരു കോ ആപ്ലിക്കന്റ് ആയിട്ട് നിന്ന് എന്നിട്ട് അവരോ അല്ലെങ്കിൽ നിങ്ങളോ ആ എടുത്ത വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയുകയും നിങ്ങൾക്ക് ഈ വായ്പ ആയാലും അല്ലെങ്കിൽ ഒരു വായ്പ ആയാലും ലഭ്യമാകാതെ വരും. ഇതിനോടകം തന്നെ സിബിൽ സ്കോറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ലഭ്യമാകും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാൻ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഈ വായ്പ ലഭിക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നൽകണമെന്ന് നോക്കാം. KYC ഡോക്യുമെന്റ്സിനായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡോ, പാൻ കാർഡോ, ഡ്രൈവിംഗ് ലൈസൻസോ, വോട്ടർ ഐഡിയോ, പാസ്പോർട്ടോ തുടങ്ങിയ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അഡ്രസ് പ്രൂഫായിട്ട് യൂട്ടിലിറ്റി ബിൽസ് ആയിട്ടുള്ള ടെലിഫോൺ ബിൽസ്, KSEB ബിൽസ്, വാട്ടർ ബിൽസ്, ഗ്യാസ് ബില്ല് തുടങ്ങിയൊക്കെ നൽകുവാൻ സാധിക്കും. നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ്സോ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽസോ ഒക്കെ ആണെങ്കിൽ സെയിൽ ടാക്സ് സർട്ടിഫിക്കറ്റ്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫിനായിട്ട് നൽകുവാൻ സാധിക്കും. പിന്നെ കരമടച്ച രസീത് ബാങ്ക് ആവശ്യപ്പെടും. കരമടച്ച രസീത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ കാണിച്ചാലും ബാങ്ക് സ്വീകരിക്കുന്നതാണ്. ഇനി വരുമാനം തെളിയിക്കാൻ ആവശ്യമായ ഡോക്യുമെന്റ്സ് നമുക്ക് നോക്കാം. സാലറി ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, 3 മാസത്തെ സാലറി സ്ലിപ്പ് ആൻഡ് ഫോം 60 ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ തൊഴിലാളിയെ സമീപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആണെങ്കിൽ വരുമാനം തെളിയിക്കാനായിട്ട് നിങ്ങളുടെ ഓഡിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, P&L അക്കൗണ്ട് 2 വർഷത്തെ, P&L അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2 വർഷത്തെ, പിന്നെ നിങ്ങളുടെ 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ തുടങ്ങിയ ഡോക്യുമെന്റ്സ് മാത്രം കാണിച്ചാൽ മതി. ചിലപ്പോൾ ബാങ്ക് കൂടുതൽ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടും, അതൊക്കെ നിങ്ങൾ നൽകേണ്ടി വരും.
നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വരുമാനം, നമ്മുടെ സിബിൽ സ്കോർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളുടെ വായ്പാ തുകയും അതുപോലെ തന്നെ പലിശ നിരക്കിനെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഈ വാർഷിക പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. കാരണം ബാങ്കുകളുടെ പോളിസികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും റിപ്പോ നിരക്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കും അനുസരിച്ച് പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകാം. നിലവിലെ പലിശ നിരക്കാണ് ഈ പറഞ്ഞത്. ഈ വായ്പയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തും, അതിന് കൃത്യമായി ഞാൻ മറുപടി നൽകുന്നതാണ്. ഈ വായ്പ എടുത്തവർ അവരുടെ അനുഭവങ്ങളും വീഡിയോയുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്തും, അതിനുള്ള മറുപടി നൽകും. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ